കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി പങ്കജ് മേനോനാണ് പിടിയിലായത്. ഇയാളാണ് കൊട്ടേഷൻ നൽകിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന പ്രതിയായ പങ്കജ് മേനോനെ അറസ്റ്റ് ചെയ്തു. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശിയായ ഇയാളെ ആറ്റിങ്ങലിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സന്തോഷിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയും കൊട്ടേഷൻ നൽകുകയും ചെയ്തത് പങ്കജ് മേനോനാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക് കെട്ടിശ്ശേരിൽ കിഴക്കത്തിൽ സന്തോഷ് കുമാറിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പങ്കജാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസിന്റെ അനുമാനം. ആലുവ സ്വദേശി അതുൽ എന്നയാളാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത്. ഇയാൾ കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഭാര്യയും കുഞ്ഞുമായി കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് അലുവ അതുലിനെ ആലുവയിൽ വെച്ച് പോലീസ് പിടികൂടാൻ ശ്രമിച്ചത്. കാറിന് പോലീസ് കൈകാണിച്ചുടൻ ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കരുനാഗപ്പള്ളിയിലെ CPM-ന്റെ ചില പ്രാദേശിക നേതാക്കളുമായി പങ്കജ് മേനോന് അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി ആക്ഷേപമുണ്ട്. സന്തോഷിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ കൊട്ടേഷൻ കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.